നമസ്കാരം. ഇത് കാണുന്നില്ലേക്ക് സ്വാഗതം. അണ്ണാ ഹസാരെ ഓർമ്മയില്ലേ? അണ്ണാ ഹസാരെ അദ്ദേഹം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് വളരെ പ്രസിദ്ധനായ ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാളിയായിരുന്നു. ഈ അണ്ണാ ഹസാരെ ലോക്പാൽ ബില്ല് എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ചലനം പ്രതിപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ രാംദേവിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. അങ്ങനെ ഉള്ള വ്യക്തിയെ പോലെ അന്ന് കോൺഗ്രസ്സുകാർക്ക് ഇദ്ദേഹത്തിന് ഭയമായിരുന്നു. കാരണം അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വലിയ ചലനങ്ങളൊക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിക്കാർ ഇപ്പോൾ പ്രത്യേകിച്ച് CPM-കാർ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ ഭയപ്പെടുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇ പി ജയരാജൻ. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് സംസാരിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം തന്നെ അതിൻ്റെ വാർത്ത പുറത്തു വന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി വേണ്ടത്ര തിരിച്ചറിഞ്ഞില്ല എന്നാണ്. അതായത് സത്യത്തിലാരും അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തിന് LDFൻ്റെ കൺവീനർ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം പുസ്തകരചനയിലേക്ക് കടന്നു. DC ബുക്സ് പ്രസിദ്ധീകരണത്തിൻ്റെ തീയതി വരെ തീരുമാനിച്ചൊരു പുസ്തകം, ആ പുസ്തകത്തിലെ കുറച്ച് പേജുകൾ പുറത്തു വിട്ടു എന്ന് പറയുന്നത് ആദ്യത്തെ പേജുകളിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുസ്തകത്തിൻ്റെ പേര് പറയാൻ മറന്നുപോയി, കട്ടൻ ചായയും പരിപ്പുവടയും. ആദ്യത്തെ പേജുകളിൽ കട്ടൻ ചായ തീർച്ചയായിട്ടും സാമോവറിൽ വെച്ചതിന് ഉണ്ടാക്കണം, എങ്കിലേ പണ്ട് സഖാക്കൾ കുടിച്ചിരുന്ന ആ രുചി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നല്ലോണം അരച്ചിട്ട് നമ്മുടെ പരിപ്പുമായിട്ട് കൂട്ടി വയ്പ്പിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊന്നും DC ബുക്സ് പുറത്തുവിട്ടില്ല. ഇന്ന് അവർ പുറത്തുവിട്ട കാര്യത്തിൽ പറയുന്നത് 87-ാം പേജ് മുതലാണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത്. പണ്ടൊക്കെ പറയില്ലേ, ഇൻ്റർവെല്ലിന് ശേഷം ജയം വരുന്നു എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഭവങ്ങളാണത്. അതിലദ്ദേഹം പറയുന്നൊരു കാര്യം പ്രധാനമായിട്ടും ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പിണങ്ങിപ്പോക്ക്, വീട്ടിലിരിക്കൽ, മിണ്ടാണ്ട് കിടക്കൽ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, കലാപരിപാടികളൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. ഈ സരിനെ സ്ഥാനാർത്ഥി ആക്കി പാലക്കാട് മത്സരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ 10 ദിവസം കൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശമായിട്ട് വരുന്നു എന്ന് അവർ പറയുന്നത്, ഇത്തിൽക്കണ്ണികളെ പോലെ പാർട്ടിയിലേക്ക് കടന്നു വരുന്നവർ പാർട്ടിക്ക് വയ്യാവേലിയാണെന്നാണ് പറയുക. വയ്യാവേലി, ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അൻവറിനെയും സരിനെയും ഒക്കെ ഉദ്ദേശിച്ച് അദ്ദേഹം നടത്തിയൊരു പ്രയോഗമാണ്. പക്ഷേ തീർച്ചയായിട്ടും CPM അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വളരെയധികം പാടുപെടേണ്ടി വരും. അതിൻ്റെ പേരിൽ എന്ത് നടപടി വരുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല. എന്നാലും BJP-കാർ കയ്യോടെ തന്നെ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ പുറത്ത് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും കൂടെ ഉണ്ടാകും, ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സുധാകരനും പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റ് പറഞ്ഞത് എന്തായാലും അദ്ദേഹം BJP-ക്ക് പോകുന്നതാണ് തോന്നുന്നത്. ആൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അതിൻ്റെ. അപ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹം അതും പ്രവർത്തിക്കും എന്ന് തന്നെ കരുതുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ CPM-കാർ ഇപ്പോഴും പുസ്തകരചനയിലൊക്കെ വ്യാപൃതരായി തന്നെയാണ് ഇരിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാർക്ക് പുസ്തകമൊന്നും എഴുതാനില്ല എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരും പുസ്തകം എഴുതുന്നുണ്ട്. TN പ്രതാപൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ കാര്യമായിട്ടുള്ള ചർച്ചകൾ വരാനുള്ള കാരണം ഈ ആലത്തൂർ രമ്യ ഹരിദാസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് കുടുംബയോഗത്തിൽ അദ്ദേഹം ചെണ്ട കൊട്ടുന്നു, ജില്ല മരിക്കുന്നു, പിന്നെ കുട്ടികളെ പുറത്ത് തട്ടുന്ന, ആളുകളുടെ പുറത്തിടിക്കുന്നു, കടിക്കുന്നു, മാന്തുന്നു പോലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിരം കലാപരിപാടികൾ കഴുത്ത് ചരിച്ച് വെച്ച് നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ ആൾക്കാർക്ക് കുരുവട്ടെന്നൊക്കെ പറയില്ല, അതുപോലെ കോൺഗ്രസ്സുകാർക്ക് തന്നെ പല കാര്യങ്ങളും പഴയതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം ഈ 13-ാം തീയതി അദ്ദേഹം ഷാർജയിലേക്ക് പുറപ്പെടുന്നു എന്ന് പറഞ്ഞു. 23-ാം തീയതിയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഷാർജയിലേക്ക് പുറപ്പെടുന്നു. ഷാർജയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കാനും അതിൻ്റെ അവിടെ ഒരു പുസ്തകമേളയിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയൊക്കെയാണ് അദ്ദേഹം അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പോകുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. തളിക്കുളത്ത് നിന്ന് അദ്ദേഹം പുലർച്ചെ തന്നെ പശുവിനെ അഴിച്ചു കെട്ടി തൊഴുത്ത് വൃത്തിയാക്കി പാലൊക്കെ കറന്ന് എടുത്ത് പശുവും പാല് കുടിച്ച് യാത്ര ആരംഭിക്കും. എവിടേക്ക്? തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര ആരംഭിച്ച് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി യാത്ര ചെയ്യുമ്പോൾ K മുരളീധരനെ പോലുള്ള ആൾ സായിപ്പിൻ്റെ വേഷത്തിലൂടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആൾ പകച്ച് കുറച്ച് നേരം മാറി നിൽക്കും. അതിനുശേഷം എറണാകുളത്ത് ഇറങ്ങി നേരെ കപ്പൽ അടുക്കുന്ന സ്ഥലത്തേക്ക് പോകും. കപ്പൽ അടുക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ബിലാത്തിലേക്കുള്ള കപ്പൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ബിലാത്തി പഴയ ഇംഗ്ലണ്ടിനെ ബ്രിട്ടനെ പറയുന്ന പേര്. അപ്പോൾ ബിലാത്തിയിലേക്കുള്ള കപ്പൽ ആൾക്ക് പോകേണ്ടത് ഷാർജയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ബിലാത്തിലേക്കുള്ള കപ്പൽ ചെറുതായിട്ടൊന്ന് തിരിച്ചുവിട്ട് ഒരു ഉരുവിൽ കയറി ഷാർജയിലെത്തും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ പേര് അച്ചമ്മ വിളക്കൂതി എന്നാണ് എൻ്റെ പേര്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനമൊക്കെ തൃശ്ശൂരുള്ള സാംസ്കാരിക നായകന്മാർ, കോൺഗ്രസ് സാംസ്കാരിക നായകന്മാരൊക്കെ വെച്ച് അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ടായി.
അപ്പോൾ എഴുത്തുകാർ കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹം എഴുതുമ്പോൾ ഇനി 2 പുസ്തകങ്ങൾ പ്രധാനമായിട്ട് പരാമർശിക്കപ്പെടുന്നത്, വീണ്ടും പുസ്തകങ്ങൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടു വേറെയും പുസ്തകങ്ങളൊക്കെ ആൾ എഴുതിയിട്ടുണ്ട്. പിന്നെ കോവിഡിൻ്റെ കാലത്ത് വീട്ടിൽ ഇരുന്നിട്ട് മടുപ്പ് പിടിച്ചപ്പോൾ എഴുതിയൊരു പുസ്തകമുണ്ട്. കോവിഡിൻ്റെ കാലത്ത് ക്വാറൻറ്റൈനിൽ വീട്ടിലിരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് പുറത്തേക്ക് ഫോണിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാമായിരുന്നു. അദ്ദേഹം അത് സ്വാഭാവികമായിട്ട് പുസ്തകം എഴുതാനാണ് ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ജനങ്ങളോ പുസ്തകമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതും കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അവസരത്തിൽ. അദ്ദേഹം അങ്ങനെ പുസ്തകം എഴുതും. ഇനി അടുത്ത പുസ്തകം തൃശ്ശൂർ ഡും 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 പടാർ എന്നൊക്കെ ആയിരിക്കും. കാരണം അത് മുരളീധരനെ സംബന്ധിച്ചിട്ടുള്ളൊരു പുസ്തകമായിരിക്കും. അതെങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ തോൽപ്പിക്കാം, എങ്ങനെ ചുമരെഴുതാം, ടീഷർട്ട് ഇട്ട് കിടക്കാം, കള്ളിമുണ്ട് ഉടുത്ത് കിടക്കാം, ഉമ്മ കൊടുക്കാം, എവിടെയെങ്കിലും കൊണ്ട് പ്രദർശിപ്പിക്കാം ഒക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളടങ്ങുന്ന ആ പുസ്തകം തീർച്ചയായിട്ടും CPM അടുത്ത ദിവസങ്ങളിലൊക്കെ പാർട്ടി ക്ലാസ്സുകളിൽ ഗോവിന്ദ മാഷ് പഠിപ്പിച്ച് തുടങ്ങും എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പ്രതാപൻ്റെ പുസ്തകം കൂടി ഒന്ന് പരിഗണിക്കണം. ഒരിക്കലും ഓർമ്മക്കുറിപ്പുകളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത് എന്ന് പറയുകയാണ്. ധാരാവി എന്ന് കേട്ടിട്ടില്ലേ? പിടിച്ചുപറിക്കാരും പിമ്പുകളും പ്രോസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം താമസിക്കുന്ന ഒരു വലിയ ചേരി പ്രദേശം ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചെടുത്ത് നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്, കൈയടിച്ചിട്ടുണ്ട്. അതുപോലൊരു സംഭവം പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായി. സീപ്ലെയിൻ ഉമ്മൻചാണ്ടി ഇട്ട് ഓടിപ്പോയൊരു കാര്യമാണത്. ആ സംഭവം ഒറ്റ ദിവസം കൊണ്ട് ആരും അറിഞ്ഞില്ലേ, പെട്ടെന്നായിരുന്നു ഉദ്ഘാടനം. നോക്കുമ്പോൾ ഒരു സീപ്ലെയിൻ അങ്ങനെ വരുന്നു. ആ സീപ്ലെയിനിൽ ശിവൻകുട്ടി മന്ത്രി, പിന്നെ നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി, P. രാജീവ് മന്ത്രിയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിച്ച് പോകുന്നുണ്ട്. അങ്ങനെ പോവുകയും അത് ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ ചില കാര്യങ്ങൾ ചില ആൾക്കാരെ ഏൽപ്പിച്ചാൽ അങ്ങോട്ട് നടക്കും. അങ്ങനെ നടത്താൻ കെൽപ്പുള്ള ഒരാളാണ് മിസ്റ്റർ മകനെന്ന് ഏതായാലും തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഉമ്മൻചാണ്ടി ഈ പരിപാടിയായിട്ട് മുന്നോട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് പുറകോട്ട് പോയി എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അന്ന് എതിർപ്പുകളുണ്ടായിരുന്നു. എതിർപ്പുകളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഉൾനാടൻ മത്സ്യസമ്പത്ത്, കായലിൽ നിന്നുള്ള സമ്പത്തുകളൊക്കെ നശിപ്പിക്കപ്പെടും, ഇത് ഇറങ്ങി ഇന്ധനം മാറ്റുന്ന ഉൾപ്പെടെ അതിൻ്റെ ശബ്ദം അതൊക്കെ അവരെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളിൽ ഇത് ഇറങ്ങുന്ന സ്ഥലത്ത് വഞ്ചിയൊക്കെ ഇട്ട് സമരം ചെയ്തിട്ടാണിത് അവസാനിച്ചത്. ആ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളുണ്ടായിരുന്നു. ആ സമരത്തിന് നേതൃത്വം നൽകിയത് ഇടതുപക്ഷ മുന്നണിയുടെ ആൾക്കാരുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർ, BJP കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു ആഞ്ചലോസിൻ്റെയും ചിത്തരഞ്ജൻ്റെയൊക്കെ പേരുകളാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് ഡാമിലെങ്ങാൻ കൊണ്ട് ഇറക്കണമെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഡാമിലൊക്കെ കൊണ്ട് ഇറക്കിയോ എങ്ങനെയെങ്കിലും പരിസ്ഥിതിക്ക് വലിയ കോട്ടമില്ലാണ്ടൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്ന് വരുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. കാരണം എതിർപ്പുകളും വസ്തുതകളൊന്നും ഒരു ദിവസം ഉദ്ഘാടനം കഴിഞ്ഞു എന്നതുകൊണ്ട് ഇല്ലാണ്ടാവുന്നില്ല. അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന, ഇപ്പോഴും എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, അത് LDF പെട്ട ആളുകൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ സീപ്ലെയിനിൽ 6 പേർക്ക് കയറാൻ പറ്റുള്ളൂ. 2 പ്രാവശ്യം അങ്ങോട്ടും പോയി വന്നു കഴിഞ്ഞാൽ ഒരു 12 പേർക്ക് ഒരു ദിവസം സഞ്ചരിക്കാൻ പറ്റുന്ന ഈ സംഭവത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം സ്ഥലം മെനക്കെടുത്തണോ കായലിൻ്റെ എന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ സീപ്ലെയിനുകളിൽ ഇങ്ങനെ കുതിച്ചു പായുന്നൊരു കാലഘട്ടം വരികയാണെങ്കിൽ ഇതൊക്കെ മാറിപ്പോവായിരിക്കും. തുടക്കമൊക്കെ എങ്ങനെയാണല്ലോ, ഒറ്റ റെയിൽ പാത, പിന്നെ 2 വരി പാത, പിന്നെ 4 വരി ഇത്, പിന്നെ മെട്രോ, വന്ദേ ഭാരതമൊക്കെ വന്നതുപോലെ ഇതിലും അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നുകൂടായികയില്ല. പക്ഷേ ഈ ചാണ്ടി ഉമ്മൻ പറഞ്ഞ ഒരു കാര്യം മാത്രം അങ്ങോട്ട് എന്തോ മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് ഇങ്ങനെ ചെരുപ്പില്ലാണ്ടൊക്കെ നടക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചതെന്ന് ആലോചിച്ചു. അതൊക്കെ ഓരോരുത്തരുടെ സ്റ്റൈലിലാണ്, കാരണം അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇദ്ദേഹം പറയണത് ഇതിന് ഉദ്ഘാടനത്തിനെ സംബന്ധിച്ചല്ല, ആൾ പറഞ്ഞത് അതിൻ്റെ സംരംഭകരോട് മാപ്പ് പറയണമെന്നാണ്. ഈ സംരംഭകർ എന്ന് പറയുന്ന ഒരു സംഭവം അത്ര വലിയ സംഭവമായിട്ട് ചാണ്ടി ഉമ്മന് എന്തുകൊണ്ട് തോന്നിയെന്നറിയില്ല. ഈ കോൺഗ്രസ്സുകാരുടെ വെളിപാടുകളൊക്കെ എപ്പോഴുണ്ടാവുന്നതെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഉമ്മൻചാണ്ടിയെ വേട്ടയാടി പിണറായി വിജയൻ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൈരാഗ്യ മകൻ എന്ന നിലയിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടി ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പിണറായി വിജയനെ ക്ഷണിച്ചപ്പോൾ വളരെയധികം മനോവേദന ഉണ്ടായ കോൺഗ്രസ്സുകാരും നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടായിരുന്നു. എന്തായാലും സീപ്ലെയിൻ ഇപ്പോൾ യാഥാർത്ഥ്യമായി എന്ന് പറയുന്നു. ഇനിയും ചർച്ചയ്ക്ക് അവസരങ്ങളുണ്ടെന്ന് പറയുന്നു. ഏതായാലും സീപ്ലെയിൻ വന്നു കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കാം നമുക്ക്. അതങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. ആശംസകൾ. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ച് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ചില ചർച്ചകളിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്.
നമ്മുടെ റോബർട്ട് വധേരയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അദ്ദേഹം നെഹ്റു അല്ല ഭദ്രയാണ്, ഗാന്ധി എന്നും പേരിൻ്റെ കൂടിയൊന്നും ഇല്ല എങ്കിൽ കൂടി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതായിരിക്കും സേഫ് എന്ന് തോന്നി. അദ്ദേഹം ഇങ്ങനെ ഭൂഗോളം ഇതൊക്കെ എടുത്ത് ഭൂഗോളം ഇവിടെ നിന്ന് കുഴിച്ചാൽ അപ്പുറത്തെത്തുമെന്നൊക്കെ ചിന്തിച്ച് കൊച്ചി എന്ന് പറയുന്ന എറണാകുളം എന്ന് പറഞ്ഞ മണ്ഡലം കണ്ടെത്തി എന്ന് പറയുന്നത്. ഈ എറണാകുളം മണ്ഡലത്തിൽ ഹൈബി ഈഡനാണ്. അപ്പോൾ ആ പയ്യനെ പിടിപ്പിച്ച് നമുക്ക് നിയമസഭയിൽ നിർത്തി കഴിഞ്ഞാൽ അവിടെ ഒഴിവ് വരും. അങ്ങനെ ലോക്സഭയിലേക്ക് വരികയാണെങ്കിൽ ഇവിടുന്ന് അദ്ദേഹത്തിന് അങ്ങോട്ട് പോവാം എന്നൊക്കെ കണക്ക് കൂട്ടലുണ്ടെന്ന് പറയുന്നു. ഇത് BJP-ക്കാർ പറയുന്നതാണ്, പറഞ്ഞ് പരത്തുന്നതാണ്. ചിലപ്പോൾ വെറും നുണയായിരിക്കാം. പക്ഷേ അങ്ങനൊരു ചിന്ത കുത്തിവയ്ക്കാൻ ആളുകളുടെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ. അപ്പോൾ ഹൈബി ഈഡൻ ഒന്ന് ജാഗ്രതപ്പെടുന്നത് നല്ലതായിരിക്കും എന്ന് കരുതുകയാണ്. വയനാട്ടിലേക്കുള്ള പ്രിയങ്കയുടെ വരവ് തന്നെയായിരുന്നു. ആരൊക്കെ കൂടിയാണ് വന്നത്? ഇപ്പോൾ നമ്മൾ കുട്ടികളെ എഴുത്തിനിരുത്താൻ വേണ്ടി കാരണവന്മാരും അച്ഛനും അമ്മയൊക്കെ പോകുന്നത് പോലെ സോണിയാഗാന്ധി, രാഹുൽജി, റോബർട്ട് വധേര, മകൻ റിയാൻ, പിന്നെ AICC പ്രസിഡൻറ്റ്, ഇവരൊക്കെ കൂടി കൊണ്ടുവന്നാണ് നോമിനേഷൻ സമർപ്പിച്ചത്. അതിനുശേഷം പിന്നെ ഇവരുടെ യാത്രകളൊക്കെ ആയിട്ട് വയനാട് അങ്ങോട്ട് ഇളകി മറിഞ്ഞു എന്ന് പറയുമ്പോൾ ജനക്കൂട്ടം വളരെയധികം സ്ഥലങ്ങളിലുണ്ടായി. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും മടങ്ങി തുടങ്ങിയ അവസ്ഥയിൽ പണ്ട് ഇന്നസെൻ്റ് ചോദിച്ച പോലെ എന്തപ്പോൾ ഇവിടെ ഉണ്ടായേ എന്ന അവസ്ഥയിലാണ് വയനാട്ടുകാർ. എന്തൊക്കെ പറഞ്ഞാലും ട്രോളിയെ നമുക്കങ്ങനെ പെട്ടെന്ന് മറക്കാനോ തള്ളിക്കളയാനോ കഴിയില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, വയനാട് കഴിഞ്ഞു, ചേലക്കര കഴിഞ്ഞു, ഇനി പാലക്കാട് വരാണ്ട് എവിടെ പോകണം? മാധ്യമങ്ങളും പത്രപ്രവർത്തകരും മറ്റുള്ളവരൊക്കെ സ്വാഭാവികമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട അവിടേക്കാണ്, പാലക്കാട്ടേക്കാണ്. പാലക്കാടുക്ക് ഇപ്പോൾ ഒരു വിഷയം ചെറുതായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് EP ജയരാജൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും വളരെയധികം ബോംബുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഗോവിന്ദമാഷാണ് പറഞ്ഞത്. അതിൽ ആദ്യത്തെ ബോംബ് ഇന്ന് പൊട്ടിക്കഴിഞ്ഞു. ഈ സ്വാഭാവികമായിട്ടും EP ജയരാജൻ്റെ ആത്മകഥയിലൂടെ. അത് കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എങ്കിലും പാലക്കാട്ടുകാർ ജയം പറഞ്ഞ പോലെ വി ആർ നോട്ട് ബഗേഴ്സ്, വി ആർ ട്രോളി പുള്ളേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പിനെ വീണ്ടും വരവേൽക്കല്ല, ഒരു ബ്രേക്ക് ഒരു ദിവസം അങ്ങോട്ട് മാറ്റി ശ്രദ്ധ കൊടുത്തെങ്കിലും വീണ്ടും ആ തിരക്കുകളിലേക്ക് കിടക്കുകയാണ്. ആശംസകൾ.